സംഘർഷത്തിൽ പോലീസിനെതിരെ കോടതി UDF പ്രവർത്തകർക്കെതിരെയുള്ള കേസിൽ വിമർശനം. സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കേസ് പോലീസിന്റെ വീഴ്ച മറയ്ക്കാനെന്ന് കോടതി വിമർശിച്ചു. ആ രീതിയിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നടക്കുന്ന ഉയർന്നിരിക്കുന്ന. അനന്തു രാമചന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അനന്തു, ഇതിപ്പോൾ നേരത്തെ തന്നെ ഈ രീതിയിലുള്ള വിമർശനം കോൺഗ്രസും UDF അടക്കം ഉന്നയിച്ച് നമ്മൾ കണ്ടതാണ്. ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനം അടക്കം വിളിച്ച് പല തെളിവുകളും പുറത്തുവിട്ടുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കോടതിയിൽ നിന്നുകൂടി ആ വിമർശനം വരുന്നു. തീർച്ചയായും പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫിപ്പറമ്പലിന്റെ മർദ്ദനം എത്തുമ്പോൾ അത് വലിയ തരത്തിൽ ചർച്ചയാവുകയും വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തു. പോലീസിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥരാണ് മർദ്ദിച്ചതെന്ന കൃത്യം അഭിലാഷ് ടൈബിന്റെ പേരടക്കം വെച്ച് ഷാഫി പറഞ്ഞ സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് അത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ UDF പ്രവർത്തകർ ഇറങ്ങിയ തരത്തിലേക്ക് കേസിലേക്ക് പോയത് പോലീസ്. അതിനാണിപ്പോൾ കോടതി അതിനെ വിമർശിച്ചിട്ടുള്ളത്. UDF പ്രവർത്തകർക്കെതിരെയുള്ള കേസിൽ അത്തരത്തിൽ വിമർശനമാണ് ഇപ്പോൾ കോടതി ഉന്നയിച്ചിട്ടുള്ളത്. സ്ഫോടക വസ്തു എറിഞ്ഞെന്ന ആ കേസ് തന്നെ പോലീസിന്റെ വീഴ്ച മറയ്ക്കാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കോടതി. ഒപ്പം തന്നെ UDF പ്രവർത്തകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതിയുടെ പരാമർശം. ഷാഫി പറമ്പിലിന്റെ മർദ്ദനമേറ്റ സംഘർഷമാണ് ഈ വിഷയം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ കോഴിക്കോട് സെഷൻസ് കോടതിയാണ് പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് കേസിൽ റിമാൻഡിലായി UDF പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചു. അതിനുശേഷമുള്ള പ്രതിപകർത്തിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിലാണ് പോലീസിനെതിരെ കോടതിയുടെ വിമർശനമുള്ളത്. സംഘർഷ സമയത്ത് ഗ്രനേഡ് കൈകാര്യം ചെയ്തതിൽ പോലീസിന് ശ്രദ്ധക്കുറവുണ്ടായി എന്നടക്കം കോടതി നിരീക്ഷിച്ചു. ഈ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള കേസിലേക്ക് പോലീസ് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്ന കോൺഗ്രസ് പറയുന്ന വാദങ്ങൾ കൂടി ശരിവെക്കുന്ന തരത്തിലേക്ക് കോടതിയുടെ പരാമർശം കൂടി മാറുന്നുണ്ട്. നിയമപരമായി ഈ വിഷയത്തെ ഈ കേസിന് DGPക്ക് അടക്കം പരാതി കൊടുത്തിട്ടും പോലീസുകാർക്ക് നടപടി സ്വീകരിക്കാത്തയാൽ കോടതിയിലേക്ക് കേസുമായി പോകുമെന്ന് ഷാഫി പറഞ്ഞ് കഴിഞ്ഞ സൂചന നൽകിയത് നമ്മൾ വാർത്താക്കിയതുമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ പോലീസുകാരെ ഈ വിമർശനം ഈ കേസെടുത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് UDFന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ വേട്ടയാടിയ പോലീസിന് വലിയ ഒരു താക്കീത് നൽകിയിരിക്കുകയാണ് കോടതി. പോലീസിന്റെ വീഴ്ച മറച്ചു വെക്കാൻ, പോലീസ് ചെയ്യുന്ന തമ്മാടിത്തരം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരത്തിലൊരു കള്ളക്കഥ കെട്ടിച്ചമച്ചത് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഷാഫിയുടെ വിജയം, കോൺഗ്രസ് പ്രവർത്തകരുടെ വിജയം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറയുന്ന തമ്മാടിത്തരം ചെയ്ത പോലീസുകാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള എല്ലാവിധ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്. അങ്ങനെയാണ് പോലീസിന് നേരെ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള ഒരു കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് നട്ടപ്പാതിരക്ക് പോലും കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തകരുടെ വീടുകളിൽ കയറിക്കൊണ്ട് അവരെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഇന്നലെ ഈ കസ്റ്റഡിയിൽ എടുത്ത ഈ UDFന്റെ പ്രവർത്തകർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമർപ്പിച്ചപ്പോൾ ആ കോടതി ജാമ്യം പരിഗണിച്ചുകൊണ്ട് ജാമ്യം അനുവദിച്ചുകൊണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഉത്തരവിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പോലീസാണ് ഗ്രനേഡ് എറിഞ്ഞിരിക്കുന്നത്, സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കാൻ, അത് സാധാരണക്കാരായ ആളുകളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് പോലീസിന്റെ മുഖത്ത് നോക്കി കോടതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതി പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ അഭിലാഷ് ഡേവിഡ് മുഖത്തടിച്ച് അയാളുടെ മൂക്കിന്റെ പാലം പൊട്ടിച്ചത്? എന്ത് കാരണം കൊണ്ടാണ്? അവിടെ അങ്ങനെ ലാത്തി ചാർജ് നടത്തുവാനുള്ള ഒരു ഓർഡർ SP നൽകിയിട്ടില്ല എന്ന് SP തന്നെ പറയുമ്പോൾ പിന്നെ ആരാണ് നിങ്ങൾക്ക് ഓർഡർ നൽകിയത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം കോടതി പറഞ്ഞ രൂക്ഷമായ ഭാഷയിലാണ് കോടതി ഇന്നലെ ഈ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നത്. കോടതി പറഞ്ഞ മറ്റൊരു കാര്യം, നിങ്ങൾക്കൊന്നും പറ്റില്ലെങ്കിൽ കാക്കി ഊരി വെച്ചിട്ട് ചെരക്കാൻ പോയിക്കൂടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാക്കി ഊരി വെച്ചിട്ട് ക്ഷൗരം ചെയ്യാൻ പൊക്കൂടെ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. കാരണം ഈ യൂണിഫോം ഇട്ടുകൊണ്ട്, ഒരു നിയമപാലകന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ തെമ്മാടിത്തരം അനുവദിച്ച് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള താക്കീത് കോടതി ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന പേരാമ്പ്രയിലെ സംഘർഷം സഖാക്കളുടെയും LDF കൺവീനറുടെയും EP ജയരാജന്റെയും ഒക്കെ പച്ച നുണകളെ കോടതി തുറന്നു കാട്ടുകയാണ്. ഇത് 2-3 ദിവസം മുമ്പ് തന്നെ ഈ പറയുന്ന പോലീസ് സേനയിൽപ്പെട്ട ആളുകൾക്കൊക്കെ മനസ്സിലായതാണ്. നമ്മൾ ഒരു ഘട്ടത്തിൽ കണ്ടു, അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന കൺട്രോൾ റൂമിലെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള അഭിലാഷ് ഡേവിഡ്, വടകരയിലെ കൺട്രോൾ റൂമിലെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള അഭിലാഷ് ഡേവിഡ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കണ്ടു. എന്താണ്? ഞാന് ഷാഫി പറമ്പിലിനെതിരെ നിയമ നടപടിക്ക് ഞാനില്ല, എന്നോട് മാപ്പാക്കണം, പൊറുക്കണം, ക്ഷമിക്കണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ആദ്യം ഈ അഭിലാഷ് ഡേവിഡ് എന്താ പറഞ്ഞത്? അഭിലാഷ് ഡേവിഡും അഭിലാഷ് ഡേവിഡിന്റെ അമ്മയടക്കമുള്ളവരെ CPM സഖാക്കളും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇറക്കിക്കൊണ്ട് എന്താ പറയിച്ചത്? അവരെന്തിനെ തീരുമാനിച്ചത്?
ഷാഫിക്കെതിരെ നിയമ നടപടി, ഷാഫിക്കെതിരെ കേസ് കൊടുക്കാൻ പോവുക. കാരണം ഷാഫി അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാണ് അഭിലാഷ് ഡേവിഡ് ആദ്യം പറഞ്ഞത്. പിന്നീട് കോടതിയിൽ കാര്യങ്ങൾ നീക്കുപോക്കുകൾ നേരെ എതിരാകുമെന്ന് കണ്ടപ്പോ ഇല്ല, ഞാന് ഈ പറയുന്ന നിയമ നടപടിക്കില്ല എന്നുള്ള നിലപാട് മാറ്റലാണ് നമ്മൾ കണ്ടത്. എന്താണെങ്കിലും പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യം മാത്രമേ ഈ കാര്യങ്ങളിൽ പറയാനുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാല്, പേരാമ്പ്രയില് ആസൂത്രിതമായിട്ട് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ഷാഫിയെ തീർക്കാൻ തന്നെയായിരുന്നു പ്ലാൻ എന്നുള്ളതാണ്. അത് പേരാമ്പ്രയിൽ വെച്ച് തീർക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഷാഫിയെ തീർക്കണമെന്ന് വടകരയിൽ കെ ശൈലജ തോറ്റ അന്ന് മുതല്, വടകരയിൽ കെ ശൈലജ പൊട്ടിപ്പാളീസായ അന്ന് മുതല് സഖാക്കളുടെ മനസ്സിലുള്ള കാര്യമാണ്. ഒഞ്ചിയത്തിട്ടുകൊണ്ട് TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കിയതുപോലെ ഷാഫിയെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് കുറെ കാലങ്ങളായിട്ടുള്ള പ്ലാനാണ്. ആ പ്ലാനിന് ഷാഫിയെ ഒന്ന് കിട്ടിയത് ഈ പറയുന്ന പേരാമ്പ്രയിലെ പ്രതിഷേധത്തിനിടെയാണ്. ആ പ്രതിഷേധത്തിനിടയിലൂടെ ഷാഫിയെ തീർക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ഈ UDFന്റെ പ്രവർത്തകരുടെയും കോൺഗ്രസിന്റെ പ്രവർത്തകരുടെയും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഷാഫിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന കാക്കിയിട്ട തെമ്മാടികൾ തന്നെ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ വകവരുത്തിയേനെ. ഷാഫിയെ തീർക്കാൻ ഇവർക്ക് ഒരുപാടധികം കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോഴും കെ ശൈലജ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ശൈലജയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിലേക്ക് വടകരയിലേക്ക് വന്നിറങ്ങിയ ആ രംഗമാണ്. ഇപ്പോഴും കെ ശൈലജ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ കെ ശൈലജയുടെ മനസ്സിലേക്ക് വരുന്ന ആ രംഗം എന്ന് പറയുന്നത് ശൈലജക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇത് ഷാഫി പറമ്പിൽ എന്ന ഒരു വ്യക്തിയുടെ ഈ പറയുന്ന സ്വാധീനം അല്ലെങ്കിൽ അയാളുടെ പ്രസൻസ്, അത് ഈ പറയുന്ന ശൈലജയുടെ ഉറക്കം മാത്രമല്ല കെടുത്തിയിരിക്കുന്നത്. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്ന തലശ്ശേരി കൂത്തുപറമ്പ്, കുറ്റ്യാടി, നാദാപുരം, വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര ഇത്രയും അസംബ്ലി മണ്ഡലങ്ങളിലുള്ള സഖാക്കളുടെ ഉറക്കം കെടുത്തിയിരിക്കുക. കാരണം ഷാഫിയുടെ പ്രവർത്തനങ്ങള് വടകര പാർലമെന്റ് മണ്ഡലത്തില് വല്ലാത്ത സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഈ കോട്ടകൾ തകർന്ന് തരിപ്പണമാകാനുള്ള കാരണമാകുന്നുണ്ട്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന 2026 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ മുൻകൂട്ടി കാണുന്ന സഖാക്കള് അവരുടെ മനസ്സിലാകെ വല്ലാത്തൊരു ആശങ്കയാണ്, വല്ലാത്തൊരു വേവലാതിയാണ്. ഈ ആശങ്ക എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയാണ് ഇത്രയധികം ആശങ്ക ഉണ്ടാക്കുന്നത്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് ആണ് ഇവരെ ഇത്രയധികം അസ്വസ്ഥരാക്കുന്നത്. അപ്പോ ഇത് വടകരയിലെ തോൽവിക്ക് ശേഷം തന്നെ ഇവർ ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. വടകരയിൽ തോൽവിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും അത് തെറ്റാണെന്ന്. ഞാൻ പറയും ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയും. കാരണം വടകരയിൽ ഷാഫി വന്ന് ഇറങ്ങിയ അന്ന് മുതൽ ഇവരിത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഷാഫി പറമ്പിൽ വടകരയിൽ പ്രചരണം തുടങ്ങിയ ആ നിമിഷം മുതൽ ഈ പറയുന്ന സഖാക്കൾക്ക് ആകെ ഹാലിളകിയിട്ടുണ്ട്. സഖാക്കളുടെ അടിവേരിളകാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട് വടകരയില്. ആ വടകരയില് ഷാഫി പറമ്പിലെ വിജയം കൂടി എത്തി നിൽക്കുമ്പോ, വിജയ പ്രഖ്യാപനം കൂടി കഴിഞ്ഞതോടുകൂടി ഷാഫിയെ വക വരുത്തണം എന്നുള്ള ആസൂത്രിതമായ നീക്കത്തിലേക്ക് ഇവർ എത്തി എന്നുള്ളതാണ് ഇനിയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഈ പേരാമ്പ്രയിലെ സംഭവ വികാസങ്ങൾ ഇതിന്റെ ഒരു തുടക്കം മാത്രമായി നമ്മൾ ഇതിനെ കണ്ടാൽ മതി. കാരണം ഷാഫിയെ വീഴ്ത്താതെ ഇവർക്ക് ഇനി സമാധാനം ഉണ്ടാവില്ല. അത് CPMന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, എസ്പെഷ്യലി നിങ്ങൾ ഈ പറയുന്ന വടകര, കുറ്റ്യാടി, നാദാപുരം തുടങ്ങി ഈ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൂത്തുപറമ്പ്, തലശ്ശേരി, മട്ടന്നൂർ ഈ പ്രദേശങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. അവിടെ രാഷ്ട്രീയ എതിരാളികളെ വെട്ടി വീഴ്ത്തിക്കൊണ്ട് തന്നെയാണ് CPM ഇത്ര കാലവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ ഏരിയയിൽ, മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് ഇവരുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും ഏത് വിധേനയും ഇല്ലാതാക്കണമെന്നുള്ളത് ഇവരുടെ ഒരു വാശി തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും കോടതിയുടെ ഇടപെടൽ അത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം കോടതിക്ക് കണ്ടു നിൽക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സഖാക്കൾ ഇറക്കിയ ക്യാപ്സ്യൂളുകളോ സഖാക്കൾ ഇറക്കിയ ന്യായീകരണങ്ങളോ ഒന്നുമല്ല
ഇവിടെ തെളിവുകൾക്ക് അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് വടകരയിൽ പേരാമ്പ്രയിൽ സംഭവിച്ചത് എന്നുള്ളത്. ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ് ഇപ്പൊ കോടതി ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പോലീസ് നടത്തിയ തെമ്മാടിത്തരം മറച്ചു വെക്കാൻ വേണ്ടി സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഈ പറയുന്ന UDF പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പോലീസ് ചെയ്തത് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി വേണ്ടത് ഷാഫിയെ മർദ്ദിച്ച, ഷാഫിയെ ആക്രമിച്ച ഈ തെമ്മാടികൾക്കെതിരെയുള്ള നിയമ നടപടിയാണ്. അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ തീരുമാനം. കോടതിയെ സമീപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്.